മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം 2024 ഒക്ടോബർ 20 തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും. സാധാരണ 45 ദിവസമാണ് ഒരു രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത്. കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം 230 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ചൊവ്വ ഡിസംബർ 7 കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് 2025 ജനുവരി 21 മിഥുനത്തിൽ തിരിച്ചു പ്രവേശിക്കുന്നതായിരിക്കും. 2025 ഫെബ്രുവരി 24 വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് ഏകദേശം 80 ദിവസം. അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ 3 കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ്. പിന്നീട് 2025 ജൂൺ 7 ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. ജാതകത്തിലെ ഗ്രഹനില, പ്രത്യേകിച്ചും ചൊവ്വയുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനുരാശിക്കാരുടെ 5ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ. നിൽക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ്. ചൊവ്വ 8ൽ നിൽക്കുന്ന സമയത്ത് ചില്ലറ നെഗറ്റീവ് ഫലങ്ങളെ നേരിടേണ്ടി വരും. ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങൾ, അപകടങ്ങളിൽ പരുക്ക് എന്നിവ വരാനിടയുള്ളതിനാൽ ഇവ കാര്യങ്ങളിൽ പ്രീകോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയത്ത് കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ്. മാതാപിതാക്കളുടെ ഗൈഡൻസിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ്. കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, IT, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും. മറ്റു വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ക്രോധം ഒട്ടുമേ ഉണ്ടാകുവാൻ പാടില്ല. ഈ കാര്യം ശ്രദ്ധിക്കണം. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ കഴിയുന്നതും ഒഴിവാക്കുവാൻ ശ്രമിക്കണം. ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ലാഭസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലും മറ്റും പ്രോഫിറ്റ് ലഭിക്കുമെങ്കിലും അതിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്നതല്ലായിരിക്കും. അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല പ്ലാനിങ്ങോടെ വേണം ചെയ്യുവാൻ. മൂത്ത സഹോദരങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട്. അതിനാൽ ചൊവ്വയുടെ ദൃഷ്ടിഫലം കുറച്ചൊക്കെ ന്യൂട്രലാകുന്നതായിരിക്കും. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനായി ആദ്യം അനാവശ്യ ചിലവുകൾ കുറയ്ക്കണം. ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിരിക്കും. 2ാം ഭാവാധിപൻ ശനി നവംബർ 15 മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നത് 3ാം ഭാവത്തിലാണ്. ഇവിടെ ശനി നിൽക്കുന്നുണ്ട്.
ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. കരിയറിൽ ചില്ലറ പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതോടൊപ്പം ഒരു അലസതയും ഉണ്ടാകും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് ചൊവ്വ കർക്കടകത്തിൽ പ്രവേശിക്കുമ്പോൾ ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.